പ്രിയ പ്രേക്ഷകരെ, ലീഡ് സ്റ്റോറിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. രാഹുൽ ഗാന്ധി അപമാനിച്ചുവെന്ന നിലപാടിലുറച്ച് തിരുവനന്തപുരം MP. ഡൽഹി യോഗത്തിൽ ഓൺലൈനിൽ പോലും പങ്കെടുക്കാൻ വിസമ്മതിക്കുകയാണ് ശശി തരൂർ. പ്രിയങ്ക അനുനയത്തിന് ഇറങ്ങിയേക്കും. കോൺഗ്രസുമായി ഇടഞ്ഞു തന്നെയാണ് ശശി തരൂർ. കേരള രാഷ്ട്രീയത്തിൽ വീണ്ടും ചർച്ചയായി ശശി തരൂരും കോൺഗ്രസ് നേതൃത്വവും തമ്മിലുള്ള അസ്വാരസ്യങ്ങൾ. പാർട്ടിയിലെ പ്രധാന വേദികളിൽ നിന്നുള്ള വിട്ടുനിൽക്കലും നേതൃത്വത്തിന്റെ നിലപാടുകളോടുള്ള വിയോജിപ്പും തരൂർ കോൺഗ്രസുമായി അകലുകയാണെന്ന സൂചനകൾക്ക് ബലം നൽകുകയാണ്. ഡൽഹിയിൽ ഹൈക്കമാൻഡ് വിളിച്ചു ചേർത്ത സുപ്രധാന തിരഞ്ഞെടുപ്പ് അവലോകന യോഗത്തിൽ പോലും തരൂർ പങ്കെടുത്തിരുന്നില്ല എന്നത് അതിശയം തന്നെ. തരൂർ പങ്കെടുക്കാതിരുന്നതോടെ അകൽച്ച പരസ്യമായിരിക്കുകയുമാണ്. കൊച്ചിയിൽ വെച്ച് രാഹുൽ ഗാന്ധി തന്നെ പരസ്യമായി അപമാനിച്ചുവെന്ന ഉറച്ച നിലപാടിലാണ് തരൂർ. കൊച്ചിയിൽ നടന്ന കോൺഗ്രസ് മഹാപഞ്ചായത്തിൽ വേദിയിലുണ്ടായിരുന്ന പ്രമുഖ നേതാക്കളുടെ എല്ലാം പേരെടുത്തു പറഞ്ഞപ്പോൾ രാഹുൽ ഗാന്ധി ശശി തരൂരിന്റെ പേര് മാത്രം ഒഴിവാക്കിയത് വലിയ വിവാദമായിരുന്നു. രാഹുൽ ഗാന്ധി എത്തുന്നതിന് മുൻപ് തരൂരിന്റെ പ്രസംഗം തീർപ്പിക്കാൻ നിർദ്ദേശിച്ചതായും എന്നാൽ രാഹുൽ എത്തിയ ശേഷം മറ്റു പല നേതാക്കളെയും സംസാരിക്കാൻ അനുവദിച്ചതായും പരാതിയുണ്ട്. ഇത് മനഃപൂർവ്വമുള്ള അവഗണനയാണെന്നാണ് തരൂർ വിശ്വസിക്കുന്നത്. കൊച്ചിയിലെ ചടങ്ങിൽ പ്രസംഗം നിഷേധിക്കപ്പെട്ടതിലും അവഗണിക്കപ്പെട്ടതിലും പ്രതിഷേധിച്ച് പരിപാടി തീരുന്നതിന് മുൻപേ തരൂർ വേദി വിട്ടിറങ്ങിയിരുന്നു. ഡൽഹിയിൽ ഹൈക്കമാൻഡ് വിളിച്ചു ചേർത്ത സുപ്രധാന തിരഞ്ഞെടുപ്പ് അവലോകന യോഗത്തിൽ പോലും നേരിട്ടോ ഓൺലൈൻ വഴിയോ പങ്കെടുക്കാൻ തരൂർ തയ്യാറായില്ല. സംസ്ഥാനത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ ചർച്ച ചെയ്യാൻ AICC അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെയും രാഹുൽ ഗാന്ധിയും പങ്കെടുത്ത യോഗമാണ് തരൂർ ബഹിഷ്കരിച്ചത്. തിരക്കുകൾ കാരണമാണ് എത്താത്തതെന്ന പാർട്ടി വിശദീകരണം തള്ളിക്കൊണ്ട് ഓൺലൈനായി പോലും യോഗത്തിൽ ഭാഗമാകാൻ അദ്ദേഹം വിസമ്മതിക്കുകയായിരുന്നു. ഇത് നേതൃത്വത്തോടുള്ള കടുത്ത വെല്ലുവിളിയായാണ് രാഷ്ട്രീയ കേന്ദ്രങ്ങൾ വിലയിരുത്തുന്നത്. പ്രശ്നം വഷളാകുന്നതിന് തടയാൻ AICC ജനറൽ സെക്രട്ടറി പ്രിയങ്ക ഗാന്ധി നേരിട്ട് ഇടപെട്ടേക്കുമെന്നാണ് സൂചന. തരൂരുമായി വ്യക്തിപരമായ അടുത്ത ബന്ധം പുലർത്തുന്ന പ്രിയങ്കയ്ക്ക് മാത്രമേ അദ്ദേഹത്തെ അനുനയിപ്പിക്കാൻ കഴിയൂ എന്നാണ് ഹൈക്കമാൻഡിന്റെ കണക്കുകൂട്ടൽ. എന്നാൽ സ്വന്തം മണ്ണിൽ വെച്ച് നേരിട്ട അപമാനം അത്ര പെട്ടെന്ന് മറക്കാൻ തരൂർ തയ്യാറാകില്ലെന്നാണ് അദ്ദേഹത്തോടുള്ള അടുത്ത വൃത്തങ്ങൾ നൽകുന്ന സൂചന. കൊച്ചിയിലെ വേദിയിൽ വെച്ച് രാഹുൽ ഗാന്ധി പ്രമുഖ നേതാക്കളുടെ പേര് പറഞ്ഞപ്പോൾ തന്റെ പേര് മാത്രം ഒഴിവാക്കിയത് മനഃപൂർവ്വമാണെന്ന് തരൂർ ഇപ്പോഴും വിശ്വസിക്കുന്നു. ഹൈക്കമാൻഡ് വിളിച്ച യോഗത്തിൽ നിന്ന് വിട്ടുനിന്ന തരൂർ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിൽ സജീവമാകാൻ സാധ്യതയില്ലെന്ന സൂചനയും നൽകുകയാണ്. പാർട്ടിയുമായി അകലം പാലിക്കുന്നത് തുടരാനാണ് തരൂരിന്റെ തീരുമാനം. തന്റെ അതൃപ്തി മുതിർന്ന കോൺഗ്രസ് നേതാക്കളെ അദ്ദേഹം ഔദ്യോഗികമായി അറിയിച്ചു കഴിഞ്ഞു. അതേസമയം കോഴിക്കോട് നടക്കുന്ന ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൽ പങ്കെടുക്കേണ്ടതിനാലാണ് തരൂർ ഡൽഹിയിലെ യോഗത്തിൽ നിന്ന് വിട്ടുനിന്നതെന്നാണ് AICC നൽകുന്ന ഔദ്യോഗിക വിശദീകരണം. എന്നാൽ നേതാക്കൾ ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചിട്ടും തരൂർ വഴങ്ങിയിട്ടില്ലെന്നാണ് സൂചനയും. യുവാക്കൾക്കും നിഷ്പക്ഷ വോട്ടർമാർക്കുമിടയിൽ വലിയ സ്വാധീനമുള്ള തരൂരിന്റെ പിന്മാറ്റം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDFന് തിരിച്ചടിയാകുമെന്ന് നിരീക്ഷണവുമുണ്ട്. സംസ്ഥാന കോൺഗ്രസിലെ സുപ്രധാന തീരുമാനങ്ങളിലും ഔദ്യോഗിക പരിപാടികളിലും തരൂരിനെ വേണ്ടവിധം പരിഗണിക്കുന്നില്ല എന്ന പരാതി അദ്ദേഹത്തെ അനുകൂലിക്കുന്നവർക്കുമുണ്ട്. തഴയപ്പെടുന്നതിൽ തരൂർ വിഭാഗത്തിന് കടുത്ത അമർഷവുമുണ്ട്. KPCC നേതൃത്വത്തിലെ ചില പ്രമുഖരുമായി തരൂർ ദീർഘകാലമായി സ്വരച്ചേർച്ചയിലല്ല എന്നത് ശ്രദ്ധേയമാണ്. ശൈലീപരമായ വ്യത്യാസങ്ങളും രാഷ്ട്രീയ നിലപാടുകളുടെ വൈവിധ്യവുമാണ് ഈ അകൽച്ചയ്ക്ക് പിന്നിലെന്നാണ് വിലയിരുത്തുന്നത്. പാർട്ടി ചട്ടക്കൂടിന് പുറത്തു നിന്നുകൊണ്ട് തരൂർ നടത്തുന്ന നീക്കങ്ങളും പ്രസ്താവനകളും ഹൈക്കമാൻഡിനെയും സംസ്ഥാന നേതൃത്വത്തെയും പലപ്പോഴും പ്രതിരോധത്തിലാക്കിയിട്ടുമുണ്ട്. തന്റേതായ ഒരു രാഷ്ട്രീയ പാത വെട്ടിത്തെളിക്കാനുള്ള ശ്രമമാണ് അദ്ദേഹം നടത്തുന്നതെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ പോലും കരുതുന്നു. തരൂർ മറ്റൊരു രാഷ്ട്രീയ നീക്കത്തിന് തയ്യാറെടുക്കുകയാണോ എന്ന അഭ്യൂഹങ്ങളും ശക്തമാണ്. എന്നാൽ ഇതേക്കുറിച്ച് അദ്ദേഹം ഇതുവരെ ഒരു ഔദ്യോഗികമായി പ്രതികരണം നടത്തിയിട്ടില്ല. തരൂരിനെ പോലൊരു ആഗോള പ്രതിച്ഛായയുള്ള നേതാവ് പാർട്ടിയിൽ നിന്ന് അകലുന്നത് വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസിന് തിരിച്ചടിയായേക്കുമെന്ന ആശങ്ക അണികൾക്കിടയിലുമുണ്ട്. യുവാക്കൾക്കിടയിലും നിഷ്പക്ഷ വോട്ടർമാർക്കിടയിലും തരൂരിനുള്ള സ്വാധീനം നഷ്ടപ്പെടുത്തുന്നത് ബുദ്ധിയല്ലെന്നാണ് ഒരു വിഭാഗം നേതാക്കളുടെ പക്ഷം. എന്തുതന്നെയായാലും ശശി തരൂരിന്റെ ഇടയൽ ഒരു പ്രശ്നം തന്നെയാണ്. കോൺഗ്രസിന് അതൊരു തലവേദനയായിരിക്കുമോ? രാഹുൽ ഗാന്ധി അപമാനിച്ചു എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ഇപ്പോഴും തരൂർ. ഡൽഹിയിലെ സുപ്രധാന യോഗത്തിൽ പോലും തരൂർ പങ്കെടുക്കാതിരുന്നത് രാഷ്ട്രീയ കേരളം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നു. എന്തായിരിക്കും തരൂരിന്റെ പിന്മാറ്റം? പ്രിയങ്ക ഗാന്ധിയുടെ അനുനയം ഏൽക്കുമോ? വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് തരൂരിനെ കൂടക്കൂട്ടുമോ? നാഷൻ ന്യൂസ് ലൈവ്, സത്യം, ചരിത്രം, വർത്തമാനം.